നമസ്തേ. ഇന്ന് ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലറായ ശോഭ ഹരിനാരായണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ചേച്ചി, ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറെ കാലമായി തുടർച്ചയായി നടന്നു വരുന്ന ആചാര അനുഷ്ഠാന ലംഘനങ്ങൾ ഒരു പതിവ് കഥയാവുകയാണ്. ദേവസ്വം ബോർഡ് പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ അനധികൃത കലവറ നിർമ്മാണം നടത്തുന്നു ക്ഷേത്രത്തോട് ചേർന്ന്. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരസഭയിലോ മറ്റ് അധികാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു ഔദ്യോഗിക അനുമതി പോലുമില്ല എന്നിരിക്കെ അത് ഒരു നിയമലംഘനമല്ലേ? കഴിഞ്ഞ 16 വർഷമായി ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലർ എന്ന പദവിയിലിരിക്കുന്ന ക്ഷേത്രം നിലനിൽക്കുന്ന വാർഡിലെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എന്താണ് ഈ വിഷയത്തിൽ ഞങ്ങളുടെ പ്രേക്ഷകരോട് ചേച്ചിക്ക് പറയാനുള്ളത്? നമസ്കാരം. ഗുരുവായൂർ ദേവസ്വം ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കലവറ നിർമ്മിച്ചിട്ടുണ്ട്. 25 മീറ്റർ ഗുരുവായൂർ ദേവസ്വം 100 മീറ്റർ അക്വയർ ചെയ്യണം. അത് ക്ഷേത്ര സുരക്ഷയുടെ ഭാഗമായിട്ടുമാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റും ധാരാളം ഒഴിഞ്ഞ സ്ഥലം വേണം. ഈ ഏറ്റെടുത്ത സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കണം എന്നുള്ള കോടതി നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശം ഉള്ളപ്പോൾ തന്നെയാണ് ഇപ്പോൾ വളരെ തിരക്ക് കൂട്ടി ഉത്സവത്തിന് മുമ്പേ കലവറ നിർമ്മാണം ഒരു സ്ഥിരമായ ഒരു നിർമ്മാണം ഗുരുവായൂർ ദേവസ്വം അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പേ 2018 ഇങ്ങനെ ഒരു നിർമ്മാണം ചെയ്തപ്പോൾ കോടതി അത് സ്റ്റേ ചെയ്ത ഒരു വിഷയമാണ്. എന്നാൽ കോടതിയിൽ ആ സ്റ്റേ ഒന്നും മാറാതെ ഇപ്പോൾ വളരെ തിരക്ക് പിടിച്ച് ഒരു നിർമ്മാണം ഗുരുവായൂർ ദേവസ്വം ചെയ്തിരിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ നഗരസഭയൊക്കെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. എല്ലാവർക്കും നിയമം ബാധകമാണ്. നമുക്ക് കേരളത്തിൽ മൊത്തമുള്ളൊരു നിയമമാണ്. ഒരു കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ ഗുരുവായൂർ നഗരസഭയുടെ അനുമതി വാങ്ങണം. എന്നാൽ ഗുരുവായൂർ ദേവസ്വത്തിന് ഇതൊക്കെ പുല്ലുവിലയാണ്. ഗുരുവായൂർ നഗരസഭയിൽ നിന്ന് താൽക്കാലികമായിട്ടോ പെർമനൻ്റ് ആയിട്ടുള്ള ഈ കൺസ്ട്രക്ഷന് ഒരു അനുമതിയും വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ വിഷയം ഞാൻ സെക്രട്ടറിക്ക് പരാതി കൊടുത്തപ്പോൾ ഗുരുവായൂർ നഗരസഭ ഒന്ന് പരിശോധിച്ച് ഇത് പെർമനന്റ് കൺസ്ട്രക്ഷനാണ്, ഒരിക്കലും അവിടെ ചെയ്യാൻ പാടില്ല, നഗരസഭയുടെ അനുമതി ഇല്ലാണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭയിൽ നിന്ന് അനുമതി വാങ്ങാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു 2018 അത് കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല ഇങ്ങനെ പെർമനൻ്റോ താൽക്കാലികമായ ഒരു കൺസ്ട്രക്ഷനും അമ്പല പരിസരത്ത് 25 മീറ്റർ പരിധിയിൽ പാടില്ല എന്നുള്ള ഒരു കോടതി വിധിയുണ്ട്. കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ തിരക്കുള്ള സമയത്ത് സുരക്ഷയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും വിഷയം വന്ന ആൾക്കാർക്ക് പരിസരത്തേക്ക് ഓടി മാറാനോ മാറി നിൽക്കാനോ ഏറ്റവും തിരക്കുള്ള സ്ഥലത്താണ് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്യണതിന് പകരം ഇതൊരു കലവറ നിർമ്മാണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരെണ്ണം ചെയ്തിട്ട് അത് അവരുടെ സ്വന്തക്കാർക്ക് ഷോപ്പായിട്ടോ കടയായിട്ടോ നടത്താനുള്ള ഒരു സംവിധാനം ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗുരുവായൂർ ദേവസ്വം ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ തൊട്ടടുത്ത് ഒരു അനധികൃത ഒരു ഷെഡ് കെട്ടിയിട്ട് അവിടെ ചന്ദനത്തിരി തുടങ്ങിയ സാധനങ്ങൾ ഒരു കട നടത്തുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് നടത്തുന്നത്. അതൊരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തിരിക്കുകയാണ്. അതും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഈ 2 വിഷയങ്ങളും ഞാൻ പരാതിയായിട്ട് പോയിട്ടുണ്ട്. ലൈസൻസ് ഇല്ല എന്നുള്ളത് മാത്രമല്ല അവിടെയും താൽക്കാലികമായിട്ടൊരു ഷെഡ് നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഗുരുവായൂർ ദേവസ്വം 25 മീറ്റർ ഏറ്റെടുക്കുമ്പോൾ അവിടെ കുറേ പാരമ്പര്യക്കാരും കുറേ ആൾക്കാരും വളരെ കണ്ണീരോട് കൂടിയാണ് അവിടുന്ന് പോയിരിക്കുന്നത്. അന്ന് ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞത് എന്തായിരുന്നു വെച്ചാൽ അവിടെ ഒരു ക്യൂ കോംപ്ലക്സ് പണിയും ഭക്തന്മാർക്കുള്ള സംവിധാനത്തിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് പോയി നോക്കിയാൽ അറിയാം അവിടെ വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഇത്രയും പരിസരത്ത് വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല അവിടെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ഗ്യാസ് ചേമ്പർ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഗ്യാസ് ചേമ്പർ ഇത്രയും ജനവാസമുള്ള ഒരു സ്ഥലത്ത് അത് വളരെയധികം അപകടമാണ്. അവിടെ എന്തെങ്കിലും ഒരു സ്പാർക്ക് വന്നാൽ ആ അമ്പലം പരിസരം മുഴുവൻ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ നിയമങ്ങളും ഒരു നിയമവും ഞങ്ങൾക്ക് ബാധകമല്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ബോഡി, ഗവൺമെൻറ് നിയമിക്കുന്ന ആൾക്കാരാണ്, ഗവൺമെൻറ്റിൻ്റെ റെക്കമെൻഡേഷനിൽ വരുന്നവരാണ് ദേവസ്വം ഭരണസമിതി. അവർക്ക് ഒരു നിയമവും ബാധകമല്ല. കോടതി വിധിയുണ്ട്, അത് അവർക്ക് ബാധകമല്ല. ഗുരുവായൂർ നഗരസഭ പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ട്, അതും അവർക്ക് ബാധകമല്ല. ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല. ഞങ്ങൾ സ്പോൺസേഴ്സിനെ കണ്ടെത്തി, അതാണ് അവരുടെ പരിപാടി. ഇതിനൊക്കെ സ്പോൺസേഴ്സിനെ കണ്ടെത്തും. ഇപ്പോൾ അവരുടെ കാലാവധി മാർച്ചിൽ അവസാനിക്കാൻ പോവാണ്. അതിനു മുമ്പ് സ്പോൺസേഴ്സിനെ കണ്ടെത്തി ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന എല്ലാ കൺസ്ട്രക്ഷനും സ്പോൺസേഴ്സാണ്. അപ്പോൾ വളരെ വലിയൊരു തുക പറഞ്ഞ് ചെറിയൊരു തുകയ്ക്ക് അത് ചെയ്ത് ബാക്കി പൈസ അടിച്ചു മാറ്റുന്ന പരിപാടിയാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ഇപ്പോൾ ചെയ്യുന്നത്. ശരിക്കുള്ള ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരോട് കാണിക്കുന്ന വളരെ വലിയൊരു അവഹേളനമാണ് ഇപ്പോൾ അവിടെ നടക്കണമെന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ അനധികൃത നിർമ്മാണവുമായി താങ്കൾ അടങ്ങുന്ന മുനിസിപ്പാലിറ്റി എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ സെക്രട്ടറി ഇല്ല. ഞാൻ മനസ്സിലാക്കിയത് അത് ഞാൻ പരാതി കൊടുത്തു. പരാതിയുടെ ഭാഗമായിട്ട് അവിടെ പോയി പരിശോധിച്ചപ്പോൾ ദേവസ്വത്തിൽ നിന്ന് വന്ന മറുപടി ഞങ്ങൾ താൽക്കാലികമായിട്ട് ചെയ്യുകയാണ്.
താൽക്കാലികമായിട്ട് ചെയ്യണ അവിടെ കമ്പിയൊക്കെ ഇട്ട് വാർത്തിരിക്കുകയാണ്. അപ്പോൾ അത് അവർക്ക് ബോധ്യപ്പെട്ടു. അവർ നഗരസഭാ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, നോട്ടീസായിട്ട് ആ നോട്ടീസ് ദേവസ്വത്തിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ എത്രയോ നോട്ടീസ് ഗുരുവായൂർ നഗരസഭയിൽ നിന്ന് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഗുരുവായൂർ ദേവസ്വത്തിന് അതൊക്കെ പുല്ല് വിലയാണ്. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾക്ക് നോട്ടീസായിട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ പുല്ല് വിലയാണ്. ഇപ്പോൾ ഒരു ഭക്തൻ ഇതിനെതിരെ കേസിന് പോയിട്ടുണ്ട്. എന്തായാലും ഇതിന് മറുപടി ഗുരുവായൂർ ദേവസ്വം പറഞ്ഞേ മതിയാവും. നഗരസഭയും ഭരിക്കുന്നത് ഇടതുപക്ഷം, ദേവസ്വം ബോർഡും ഭരിക്കുന്നത് ഇടതുപക്ഷം. ഈ സാഹചര്യത്തിൽ എന്ത് പ്രതീക്ഷയാണ് താങ്കൾക്ക് ഇക്കാര്യത്തിലുള്ളത്? അല്ല, ഭരിക്കുന്ന കുറേ ആൾക്കാരാണ്. പക്ഷെ നിയമമാണ്. നിയമപ്രകാരം പോയില്ലെങ്കിൽ ഇതിപ്പോൾ കേസ് പോയിട്ടുണ്ട്. കേസ് പോയിട്ട് കേസ് കോടതിയിലെത്തി. ആദ്യം കോടതിയിൽ അതാണ് ആദ്യം ചോദിക്കുക ഗുരുവായൂർ നഗരസഭയോടാണ്, ഇങ്ങനെ ഒരു കൺസെഷൻ അവിടെ നടന്നുണ്ടോ? അതാണല്ലോ നിയമം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവിടെ എന്ത് കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ അതിന് ഗുരുവായൂർ നഗരസഭയിൽ നിന്ന് അനുമതി വാങ്ങണം. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും, ഗവൺമെൻറ് അണ്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും നിർമ്മാണ അനുമതി വാങ്ങണം എന്നാണ് നിയമം. അപ്പോൾ ആദ്യം നഗരസഭയിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കും. നഗരസഭയിൽ ഇപ്പോൾ ഫയലായിട്ടുണ്ട്, ഫയലിൽ ഇങ്ങനെ നോട്ടീസ് ആയിട്ടുണ്ട്, ഇത് നഗരസഭയിൽ നിന്ന് അനുമതി വാങ്ങാണ്ട് സ്ഥിര നിർമ്മാണം നടത്തുക എന്ന് പറഞ്ഞ് നോട്ടീസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കോടതി ന്യായമായ രീതിയിൽ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നടപടി ഉണ്ടാവും. കാരണം അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഇത് 2018 ഇത് സ്റ്റേ ആയത്. അങ്ങനെ ഒരു ഭക്തൻ പോയിട്ടാണ് ഇത് സ്റ്റേ ആയത്. കാരണം ഇത് സ്ഥിര നിർമ്മാണമാണ് ബോധ്യമായി. ഇതേ കോടതി തന്നെയാണല്ലോ ഇവിടെ സ്ഥിര നിർമ്മാണം പാടില്ല അവിടെ ഒഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതേ കോടതി തന്നെയാണല്ലോ ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇതിലൊരു ന്യായം ഉണ്ടാവും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കിതിൽ ഒരു കാര്യം കൂടി കൂടുതൽ പറയാനുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർ ഒരു കാര്യം, ഇപ്പം നമുക്കറിയാം ശബരിമല കൊള്ള നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അതെങ്ങനെയാണ് കോടതി നിരീക്ഷണത്തിലാവുകൊണ്ടാണ് അത് പുറത്തേക്ക് വന്നത്. അതേപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിനും ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷകൻ ഇവിടെ വേണം. എന്നാലേ ഇവിടുത്തെ ഒരുപാട് അഴിമതികളും ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ കാണുന്ന എല്ലാ ഭക്തന്മാരും അതൊരു കൂട്ടായിട്ട് അതൊരു നിവേദനമായിട്ടോ എങ്ങനെയായാലും കോടതിയിൽ എത്തിച്ചിട്ട് കോടതി നിരീക്ഷണത്തിൽ ഒരു നിരീക്ഷകൻ ഗുരുവായൂർ അമ്പലത്തിലും വേണം എന്നുള്ളതാണ്, ശബരിമല പോലെ വേണം എന്നുള്ളതാണ് ഞാനൊരു എളിയ ഭക്ത എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് അനുമതികളും നിയമ നടപടികളും പാലിക്കാതെ ക്ഷേത്രത്തോട് ചേർന്ന് ഒരു കലവറ നിർമ്മിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രി ഗണേഷ് കുമാറിന് വേണ്ടി പൂജകൾ മാറ്റുന്നു. കഴിഞ്ഞ ദിവസം അന്നലക്ഷ്മി ഹാളിൽ ഒരു ഉദ്ഘാടനത്തിനായി ഗുരുവായൂർ MLA NK അക്ബർ പ്രവേശിക്കുന്നു. പ്രസാദ ഊട്ട് നടക്കുന്ന ഈ ഹാളിൽ സാധാരണയായി ഇതര മതസ്ഥർ പ്രവേശിക്കാറില്ല എന്നിരിക്കെയാണ് ഇതെന്ന് ഓർക്കണം. ഭക്തരുടെ വികാരങ്ങളും ക്ഷേത്ര പരമ്പരകളും മാനിക്കപ്പെടേണ്ട സാഹചര്യത്തിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഭക്തരോടോ പൊതുജനങ്ങളോടോ ചർച്ച പോലും നടത്താതെ ക്ഷേത്രത്തിലെ ആചാരക്രമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുറപ്പാക്കാൻ സ്വതന്ത്ര പരിശോധനയോ സമിതിയോ വേണമെന്ന ആവശ്യം നിലനിൽക്കെ കലവറയുടെ നിർമ്മാണവും ആചാര ലംഘനങ്ങളും സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഈ നിലപാട് എതിർക്കേണ്ടത് തന്നെയാണ്. ഈ കലവറ നിർമ്മാണം ക്ഷേത്ര പരിസരത്തിന്റെ പൈതൃക മൂല്യത്തെയും വിശുദ്ധതയെയും ബാധിക്കുക തന്നെ ചെയ്യുമെന്നതിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി ചേച്ചി.